നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്കായി തിരച്ചിൽ തുടരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. സൂരജ് സജീവുണ്ട് നെന്മാറയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സൂരജ്, രാത്രി ഏതാണ്ട് 10:15 ഇയാളെ കണ്ടു എന്നൊരു വിവരം ലഭിക്കുന്നത്. ഏതാണ്ട് 10:00 ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? എന്തെങ്കിലും വിവരം, സൂചന ലഭിച്ചോ ചെന്താമരയെ പറ്റി? ഗോകുൽ, അല്പസമയത്തിനകം ഈ തെരച്ചിൽ അവസാനിപ്പിക്കുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ ചെറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ തിരച്ചിൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ കൊലപാതകം, അതായത് ഈ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം 5 ദിവസമാണ് ഈ ചെന്താമര ഈ വനത്തിൽ കഴിഞ്ഞത്. എല്ലാ ദിവസവും വൈകുന്നേരം രാത്രിയോടുകൂടി ഈ തറവാട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുകയും പിന്നീട് ഈ കാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതുമായിരുന്നു രീതി. അതുകൊണ്ട് തന്നെ അതേ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കും എന്നൊരു സംശയം തന്നെയാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാനുള്ളത് ഈ പോത്തുണ്ടി മേഖലയിലെ പ്രധാന ജംഗ്ഷനിലാണ്. അതായത് ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ അകലെ മാത്രമാണ് ഈ കൊലപാതകം നടന്ന വീടുള്ളത്. ഈ പോത്തുണ്ടിയിലേക്ക് കയറുന്ന പ്രധാന കവാടത്തിലടക്കം 3 യുവാക്കൾ, അതായത് CITUവിന്റെ ഓഫീസാണ്. ഈ CITUവിന്റെ ഓഫീസിൽ ഇവരടക്കം ഈ കാവലിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇത് പല മേഖലയിൽ, അതായത് വിവിധ കോണുകളിൽ ആളുകൾ ഇരിക്കുന്നു. ഒരു 70-ലധികം ആളുകൾ ഈ മലയെ ചുറ്റിപ്പറ്റി, അതായത് ഈ ചെന്താമരയുടെ തറവാട് വീടുണ്ട്, തറവാട്ട് വീട്ടിനെ ചുറ്റിപ്പറ്റി ഒരു 70-ലധികം ആളുകൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ കോണുകളിൽ ഇവരുടെ പരിശോധന. അതോടൊപ്പം തന്നെ ഇന്നത്തെ രാത്രി ഇവരെ സംബന്ധിച്ച് നിർണായകമാണ്. ഈ ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിലടക്കം 2 പേർ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. ഇന്ന് ഈ പ്രദേശവാസികളുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നത് ഇന്നത്തെ രാത്രി എങ്ങനെ വെളുപ്പിക്കും എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഒരു ചെറിയ വിവരം ലഭിക്കുന്ന ഒരു വീടിന്റെ പുറകിൽ ഈ ചെന്താമര എന്ന് കരുതുന്ന ഒരാളെ കണ്ടു എന്ന തരത്തിൽ വിവരം ലഭിക്കുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ നേരത്തെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ നടത്തുന്ന ഒരു നിലയിലേക്ക് ഈ നാട്ടുകാർ പോയത്. എന്തായാലും ഈ പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോ ഈ രാത്രി നമ്മൾ ഉറക്കമൊഴിച്ചിരിക്കുകയാണ് വിവിധ കോണുകളിൽ, അല്ലെ? എങ്ങനെ ഇന്ന് വിവിധ കോണുകളിൽ നമ്മൾ ഉറക്കമൊഴിച്ചിരിക്കും. ഏകദേശം ഒരു 4-5 സെറ്റ് കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാം ചുറ്റും ഈ പ്രദേശത്ത് ചാൻസ് ഉള്ളവിടെയൊക്കെ സ്ക്വാഡായിട്ട് ഇങ്ങനെ നിന്നിട്ട് രാത്രി കാലങ്ങളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അത് കൂടാണ്ട് പോലീസിൻ്റെ എസ്പിൻ്റെ സ്ക്വാഡ് ഉൾപ്പെടെ SIൻ്റെ CIൻ്റെ ഉൾപ്പെടെ എല്ലാ സ്ക്വാഡുകളും ഉണ്ട്. എന്തായാലും പ്രതി ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് രാത്രിയോടെ പിടിക്കും, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ 2019 ഇതേപോലെ രാത്രി ഇരുന്നിട്ടാണ് തലേദിവസം രാത്രിയാണ് കിട്ടിയത്. അത് ആളിൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് പ്രതിയെ കിട്ടിയത്. എന്തായാലും കിട്ടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. കിട്ടാതെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നും ആൾ പല ഭീഷണികൾ മുഴക്കിയിട്ടുണ്ടായിരുന്നു. ആ പുഷ്പ എന്ന് പറയുന്ന ചേച്ചിയും അതേ ബിന്ദു എന്ന് പറയുന്ന ചേച്ചിയും വധഭീഷണി തന്നെയാണ് ആൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം അവനെ അറിയിപ്പ് കൊടുത്ത് വീടിൻ്റെ ഉള്ളിൽ അടച്ചിടുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. എന്നാലും അവന് രാത്രി ഒന്നും വെളിയിൽ ഇറങ്ങണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. വലിയ തിരച്ചിൽ ഈ പ്രദേശവാസികൾ, അതോടൊപ്പം തന്നെ യുവജന സംഘടനാ പ്രതികൾ, അവരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ തിരച്ചിലാണ് ഈ മേഖലയിൽ തുടരുന്നത്. എന്തായാലും ഇന്ന് രാത്രി മുഴുവൻ കാവലിരിക്കുകയാണ് ഈ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കൂട്ടം യുവാക്കൾ അടക്കമുള്ളവർ. ഗൂഗിൾ, ശരി. ഇനിയും ആളുകളെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ചെന്താമരയെ വന്നാൽ പിടികൂടാൻ, അല്ലെങ്കിൽ അയാളെ നേരിടാൻ ഒരുങ്ങി നെന്മാറ എന്ന പ്രദേശമാകെ തയ്യാറെടുത്ത് ഈ രാത്രിയും ഉറക്കമുളച്ചിരിക്കുന്നത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് നെന്മാറയിൽ നിന്ന്. അമേരിക്ക കൊളംബിയ നയതന്ത്ര പോരിന് അറുതി. ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നാട് കടത്തുന്നവരെ സ്വീകരിക്കാമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ കൊളംബിയ ഉപാധികളില്ലാതെ അംഗീകരിച്ചുവെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത്. അമേരിക്കയിലെ അനധികൃത കൊളംബിയൻ കുടിയേറ്റക്കാരെ തിരികെ അവരുടെ രാജ്യങ്ങളിലെത്തിക്കാനുള്ള ദൌത്യം ആരംഭിച്ചതു മുതലാണ് സംഘർഷം ആരംഭിച്ചത്. നാടുകടത്തുന്നവരുമായി രാജ്യത്തെത്തിയ 2 അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് കൊളംബിയ അനുമതി നിഷേധിച്ചു. ഇതോടെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികാര നടപടികൾ പ്രഖ്യാപിച്ചത്. കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക നികുതി ചുമത്തി. വിസ ഉപരോധം ഏർപ്പെടുത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ 50% നികുതി ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കൊളംബിയക്കാരെ വിമാനത്താവളത്തിൽ അധിക പരിശോധനയ്ക്ക് വിധേയമാക്കാനും ഉത്തരവിട്ടു. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി കൊളംബിയ തിരിച്ചടിച്ചു. ട്രംപ് തന്നെ ഭയപ്പെടുന്നില്ലെന്നും കൊളംബിയ ആരുടെയും കോളനിയല്ലെന്നുമാണ് പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോ പറഞ്ഞത്. പ്രശ്നം വഷളായതോടെ കൊളംബിയ തന്നെ സമവായത്തിനെത്തി. നാടുകടത്തുന്നവരെ സ്വീകരിക്കുമെന്ന് കൊളംബിയൻ വിദേശകാര്യമന്ത്രി ലൂയിസ് മുറിയോ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24.
ജോർജിയയുമായി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനൊരുങ്ങി UAE. ജോർജിയൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് ജോർജിയൻ പ്രധാനമന്ത്രി ഇറാഖ്ലി കൊബാഹിഡ്സെ UAEയിലെത്തിയത്. അബുദാബി അൽഷാത്തി കൊട്ടാരത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. വ്യാപാരം, നിക്ഷേപം, കൃഷി, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം, സുസ്ഥിരത തുടങ്ങിയ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതായി അധികൃതർ അറിയിച്ചു. അതോടൊപ്പം ജോർജിയയിലെ വിവിധ വികസന പദ്ധതികളിൽ നിക്ഷേപം നടത്തുമെന്നും UAE അറിയിച്ചു. ജോർജിയൻ പ്രധാനമന്ത്രി ഇറാഖ്ലി കൊബാഹിഡ്സയുടെയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെട്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സാമ്പത്തിക സഹകരണത്തിലെ പ്രധാന നാഴികക്കല്ലായി മാറിയെന്നും ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷമാണ് ഇരു രാജ്യങ്ങളും സിപ കരാറിൽ ഏർപ്പെട്ടത്. വിവിധ പ്രാദേശിക രാജ്യാന്തര പ്രശ്നങ്ങളും കൂടിക്കാഴ്ചയ്ക്കിടെ നേതാക്കൾ ചർച്ച ചെയ്തു. 24 ദുബായ്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി പ്രഖ്യാപിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സമൂഹത്തിൽ ഐക്യം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനും കൈകോർത്ത് പ്രവർത്തിക്കണമെന്ന് UAE പ്രസിഡന്റ് എക്സിൽ കുറിച്ചു. മനുഷ്യ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പരസ്പര സ്നേഹത്തിന്റെയും ചേർത്തുപിടിക്കലിനെയും പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുള്ള നിരവധി പരിപാടികൾ ഈ വർഷം മുഴുവൻ രാജ്യത്ത് നടപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2015 മുതൽ വായനാ വർഷം, സായിദ് വർഷം, ദാനവർഷം, സഹിഷ്ണുതാ വർഷം എന്നിങ്ങനെ ഓരോ ആശയങ്ങളിൽ വർഷാചരണം പ്രഖ്യാപിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം സുസ്ഥിരതാ വർഷമായിട്ടായിരുന്നു രാജ്യം ആചരിച്ചത്. 24 ദുബായ്. സൗദിയിലെ ജിസാനിൽ വാഹനാപകടത്തിൽ മലയാളി അടക്കം 15 പേർ മരിച്ചു. ജിസാനിലെ ബൈസിന് സമീപം ജിസാൻ ഇക്കണോമിക് സിറ്റി അറാംകോ റിഫൈനറി റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. മരിച്ചവരിൽ 9 പേർ ഇന്ത്യക്കാരാണ്. 3 പേർ നേപ്പാൾ സ്വദേശികളും 3 പേർ ഖാന സ്വദേശികളുമാണ്. കൊല്ലം കേരളപുരം സ്വദേശി വിഷ്ണു പ്രസാദ് പിള്ളയാണ് മരിച്ച മലയാളി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 11 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ജോലിസ്ഥലത്തേക്ക് 26 ജീവനക്കാരുമായി പോവുകയായിരുന്ന കമ്പനിയുടെ മിനി വാനിൽ എതിരെ വന്ന ട്രെയിലർ ഇടിക്കുകയായിരുന്നു. കൊല്ലം ചടയമംഗലം സ്വദേശി ഖത്തറിൽ അന്തരിച്ചു. കൂരിയോട് ജയശ്രീ മന്ദിരത്തിൽ ശ്രീകുമാറാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. പ്രവാസി വെൽഫെയർ റിപ്പാട്രിയേഷന് കീഴിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. OICC മക്ക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കുട്ടികൾക്കായി പ്രസംഗം, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് നൌഷാദ് പെരിന്തല്ലൂർ, ജനറൽ സെക്രട്ടറി സലീം കണ്ണനാകുഴി, ഹബീബ്, സുമയ്യ, ജാസ്മിന, താജുനിസ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ KMCC ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി അറിഞ്ഞതും അറിയേണ്ടതും എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഈ മാസം 31 വൈകിട്ട് 4 മണി മുതൽ ദമാം ഫൈസലിയയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത ലൈഫ് കോച്ചും ഇന്റർനാഷണൽ മോട്ടിവേറ്ററുമായ ഫിലിപ്പ് മമ്പാട് സംവദിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഉമ്മർ പാണ്ടികശാല പങ്കെടുക്കും. മയക്കുമരുന്ന് ഉപയോഗം, സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെടൽ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി കൗമാരപ്രായക്കാർക്കായി പ്രത്യേക പരിപാടി ഉണ്ടാകുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നജീബ് എരഞ്ഞിക്കൽ, കൺവീനർ ഷഫീർ CK, ഫൈസൽ PK, അയൂബ് ഫറോക്ക്, ആബിദ് പാറക്കൽ, സിദ്ദിഖ് പാണ്ടികശാല, ഹബീബ് പുകിൽത്തൊടി, ഷമ്മാസ് ചെറുവണ്ണൂർ, ഷംല നജീബ് എന്നിവർ അറിയിച്ചു. ജിദ്ദയിൽ മലബാർ അടുക്കളയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 7 അരങ്ങും അടുക്കളയും സംഘടിപ്പിക്കും. ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ പാചക മത്സരം, തയ്യൽ മത്സരം, തീറ്റ മത്സരം, കുട്ടികൾക്കായുള്ള വിവിധ മത്സരങ്ങൾ എന്നിവ ഉണ്ടാകും. മലബാർ അടുക്കള അംഗങ്ങളുടെ ഫുഡ് സ്റ്റാളുകളും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് കോർഡിനേറ്റർ കുബ്ര ലത്തീഫ് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മലബാർ അടുക്കള എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. ജനുവരി 26 ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികൾക്ക് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നതിനപ്പുറം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പുതുതലമുറയിലേക്ക് കൂടി ആ സന്ദേശം പകർന്നു നൽകാനുള്ള പരിശ്രമത്തിലാണ് ഓസ്ട്രേലിയൻ മലയാളികൾ. സുരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2025 ജനുവരി 26 ഭാരതം റിപ്പബ്ലിക്കായിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാവുന്നു. എന്നാൽ ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓസ്ട്രേലിയയുടെ ദേശീയ ദിനമാണ് ജനുവരി 26, ഓസ്ട്രേലിയ ഡേ. ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനവും ഓസ്ട്രേലിയയുടെ ദേശീയ ദിനവും ഒരുമിച്ചെത്തുമ്പോൾ പ്രവാസി ഇന്ത്യക്കാരുടെ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം.
ആഘോഷങ്ങളുടെ ഭാഗമായി കൈരളി ബ്രിസ്ബെയിൻ സംഘടിപ്പിച്ച പ്രിസം 2025 ദേശസ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമായി. പ്രിസം 2025 കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഓസ്ട്രേലിയ ഡേ ആൻഡ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനാണ്. ഇത് രണ്ടും നടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പലർക്കും പരിചയം ഉണ്ടാവില്ല. ജനുവരി 26 എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഡേ കൂടിയാണ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേന്റെ അതേ ദിവസം തന്നെ. Please join me in welcoming these wonderful children to the stage with a big round of applause, everybody. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ദേശീയ ഗാനം ആലപിക്കാനായി 100-ൽ പരം കുട്ടികളാണ് ബ്രിസ്ബെയിനിൽ ഒത്തുചേർന്നത്. ഇരു രാജ്യങ്ങളുടെയും ദേശീയ ദിനങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചതിന്റെ ആവേശത്തിൽ കുട്ടിക്കൂട്ടം. ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയും ഓസ്ട്രേലിയ ഡേയും ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ക്യൂൻസ്ലൻഡ് പ്രീമിയർ ഡേവിഡ് ക്രിസഫുളിയുടെ സഹായമന്ത്രി ഡോക്ടർ ക്രിസ്ത്യൻ റോവാൻ പരിപാടികൾക്ക് തിരികൊളുത്തി. ദേശസ്നേഹം അന്യം നിന്നുപോകുന്ന സമകാലിക ലോകത്ത് ഒരു മൺചെരാതെങ്കിലും തെളിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിലായിരുന്നു പരിപാടിയുടെ സംഘാടകർ. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലൻഡിൽ ബ്രിസ്ബെയിൻ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി സ്മാരകത്തിനരികിൽ നിന്നും ക്യാമറമാൻ ആൽവിൻ ജോസഫിനൊപ്പം സുരാജ് സെബാസ്റ്റ്യൻ, 24. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയെ എതിർക്കാൻ CPI പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ധാരണ. മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കണമെന്ന് LDF-ൽ ആവശ്യപ്പെടും. 24 ബിഗ് ബ്രേക്ക്. ആർ സുജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ആലപ്പുഴയിൽ ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് പ്രാരംഭ അനുമതി നൽകിയതിനെ എതിർക്കാനുള്ള തീരുമാനം എടുത്തത്. നേരത്തെ CPIയുടെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തു. അതായത് മദ്യനിർമ്മാണശാല അനുവദിക്കുന്നതിനെതിരായ ശക്തമായ നിലപാടാണ് പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് കൈക്കൊണ്ടത്. ആ നിലപാടിനെ പൂർണ്ണമായും പിന്തുണ നൽകാനുള്ള തീരുമാനമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കൈക്കൊണ്ടത്. അതായത് പാലക്കാട് എലപ്പുള്ളി ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇത്തരത്തിൽ വൻകിട മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്നത് ജനങ്ങളെ എതിരാക്കും. ഈ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നിർണായകമായ രാഷ്ട്രീയ കാര്യങ്ങൾ വരാനിരിക്കെ എങ്ങനെയാണ് ജനങ്ങളെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാകുക എന്ന ചർച്ചയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായത്. അതോടുകൂടിയാണ് CPI ഈ പദ്ധതിക്കെതിരായ ഒരു നിലപാടെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. എന്തായാലും പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ ആവശ്യം പദ്ധതിക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാണ്. അതിനെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇപ്പോൾ പിന്തുണച്ചിരിക്കുന്നു. CPI ഈ എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാല എന്ന പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നു. ഈ പദ്ധതിക്ക് അനുമതി നൽകുന്ന കാര്യം മന്ത്രിസഭായോഗത്തിന് മുമ്പ് തന്നെ CPI മന്ത്രിമാർ അറിഞ്ഞിരുന്നു. അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനവും ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന കാര്യം മന്ത്രിമാർ യോഗത്തിൽ വിശദീകരിച്ചു. ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്ന കാര്യം മന്ത്രിസഭാ യോഗത്തിന് തലേന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് സംസാരിച്ചു. ഇത് നയപരമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും പിശകുണ്ടോ എന്നാണ് മന്ത്രിമാർ സംസ്ഥാന സെക്രട്ടറിയോട് ആരാഞ്ഞത്. നയപരമായി പിശകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് വന്നത്. എങ്കിൽ പോലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കൃഷിമന്ത്രി P. പ്രസാദ് യോഗത്തിൽ ഉന്നയിക്കുകയും അതിൻ്റെ ഭാഗമായി ചില തിരുത്തലുകൾ ഈ പ്രാരംഭാനുമതി തീരുമാനത്തിൽ വരികയും ചെയ്തു. എന്തായാലും ഈ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന വിമർശനം നേതൃത്വം യോഗത്തിൽ സംബന്ധിച്ചു. എന്തായാലും ഇനി അത് LDF-മായി ബന്ധപ്പെട്ട് ഈ വിഷയം ഏറ്റെടുക്കാനാണ് തീരുമാനം. പദ്ധതിക്ക് അനുമതി നൽകരുത് എന്ന കാര്യം, ആ അനുമതി റദ്ദാക്കണമെന്ന ആവശ്യം CPM നേതൃത്വത്തോട് ഉന്നയിക്കും. ഇതിനായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയാണ് എക്സിക്യൂട്ടീവ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തോടൊപ്പം ഈ CPI എന്ന മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയും ഈ വിവാദ മദ്യനിർമ്മാണശാലയ്ക്കെതിരായ നിലപാടെടുത്തിരിക്കുന്നു എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തി. നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് എറണാകുളം എളമക്കര പോലീസ് കേസെടുത്തത്. സനൽകുമാറിനെതിരെ ഇതേ നടിയുടെ പരാതിയിൽ 2022-ലും കേസെടുത്തിരുന്നു. വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ ആളക്കൊല്ലി കടുവ ചത്തത് കഴുത്തിലേറ്റ മുറിവുകളെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദൗത്യസംഘത്തിന്റെ തിരച്ചിലിനിടെ കാട് കയറിയ കടുവയ്ക്ക് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ പരുക്കേറ്റെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കൊല്ലപ്പെട്ട രാധയുടെ മുടിയും കമ്മലും കടുവയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തി. ഇന്നലെ രാത്രി മുതൽ കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു വനംവകുപ്പ്. മറ്റൊരു കടുവയുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റതാണ് മരണകാരണം. കടുവയുടെ വയറിൽ നിന്ന് രാധയുടെ വസ്ത്രങ്ങൾ, മുടി, കമ്മൽ എന്നിവ കണ്ടെത്തി. 4-നും 7 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകടുവയാണ് ചത്തത്. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക. വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട്, മുടി കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു 2 ഇയർ റിങ് കിട്ടിയിട്ടുണ്ട്.
പഞ്ചാരക്കൊല്ലിയിലടക്കം വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ നാളെ മുതൽ 3 ദിവസം ജനകീയ തിരച്ചിലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. 3 ദിവസം 6 ഡിവിഷനുകൾ 6 മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് പിലാക്കാവ് 3 റോഡിനടുത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കാലുഷ്യത്തിന്റെ 3 നാൾ കടന്ന പഞ്ചാരക്കൊല്ലി സ്വാഭാവിക ജീവിതത്തിലേക്ക് അടിക്കാട് വെട്ടുന്നതടക്കം നാട്ടുകാരുന്നയിച്ച ആവശ്യങ്ങൾ പലതുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശ. അഭിജിത്ത് മുഴക്കുന്നിനും മനു ദാമോദരനും ഷിജു ചവറയ്ക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ടതിന് പിന്നാലെ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കമ്മീഷൻ തുക എല്ലാ മാസവും 15-ാം തീയതിക്കകം നൽകാമെന്നും വേതന പരിഷ്കരണം മാർച്ചിൽ ചർച്ച ചെയ്യാമെന്നും വ്യാപാരികൾക്ക് മന്ത്രി ഉറപ്പ് നൽകി. റേഷൻ വ്യാപാരികൾ സമരം തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് സർക്കാരിന്റെ അനുനയ നീക്കം. സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഭക്ഷ്യമന്ത്രി നേരിട്ട് വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണനും സമരം അവസാനിപ്പിക്കണമെന്ന് വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. കമ്മീഷൻ തുക കൂട്ടുന്നതിൽ മാർച്ച് മാസം അന്തിമ തീരുമാനമെന്ന് മന്ത്രി GR അനിൽ. കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു. എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം. അർഹമായിട്ടുള്ള വർധനവ് എന്താണോ എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ തൃപ്തിയുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഭക്ഷ്യമന്ത്രിയുടെ വാശിയാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് സമരസമിതി നേതാവ് ജോണി നെല്ലൂർ. ആ റിപ്പോർട്ടിന്മേൽ മാർച്ച് മാസം ആദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യാം, എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനമെടുക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ തീരുമാനം അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം ഈ നിലപാട് മാറ്റുവാൻ പ്രേരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സമരത്തിന് പിന്തുണ അറിയിച്ച 5 സംഘടനകളുടെയും റേഷൻ വ്യാപാരികൾ കടകൾ പൂർണ്ണമായും അടച്ചിട്ടു. 14,000-ഓളം റേഷൻ കടകളിൽ 200-ൽ താഴെ കടകൾ മാത്രമാണ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചത്. നാളെയോടെ അടുത്ത മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിലെത്തും. 24 തിരുവനന്തപുരം. ഫോക്കസിലേക്ക് BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് പുതിയ ചുമതല നൽകി KPCC നേതൃത്വം. KPCC മാധ്യമ വക്താവായാണ് നിയമനം. കൂടുതൽ യുവാക്കൾക്ക് DCC ബ്ലോക്ക് തലങ്ങളിൽ പ്രാതിനിധ്യം നൽകി താഴെത്തട്ടിലെ പുനഃസംഘടനയ്ക്കും തുടക്കമായി. സന്ദീപ് വാര്യർക്ക് ആദ്യമായാണ് കോൺഗ്രസ് ഔദ്യോഗിക ചുമതല നൽകുന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പാനലിലാണ് ഉൾപ്പെടുത്തിയത്. പുനഃസംഘടനയിൽ കൂടുതൽ പരിഗണന നൽകുമെന്നും സന്ദീപ് വാര്യർക്ക് നേതൃത്വം ഉറപ്പു നൽകി. ജില്ലാ ബ്ലോക്ക് തലങ്ങളിലെ പുനഃസംഘടന വീണ്ടും ആരംഭിച്ചു. മുൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളിൽ ഭാരവാഹിത്വമുണ്ടായിരുന്നവർക്കാണ് ചുമതല നൽകിയത്. ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലത്തെ സഹഭാരവാഹികൾക്കാണ് കോൺഗ്രസിൽ പുതിയ ചുമതല. ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിൽ ജില്ലാ ഭാരവാഹികളായിരുന്നവരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായി നിയമിച്ചു. ഡീൻ കുര്യാക്കോസിന്റെ കാലത്തെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾക്ക് DCCകളുടെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പദവികൾ നൽകി. KPCC പുനഃസംഘടനയിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഇതുവരെ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ ചർച്ച ഉണ്ടായിട്ടില്ല. താഴെത്തട്ടിലെ പുനഃസംഘടന പൂർത്തിയാക്കിയ ശേഷം നേതൃതലത്തിൽ അഴിച്ചുപണിയെന്നാണ് നിലവിലെ തീരുമാനം. പരാതികളില്ലാതെ ബ്ലോക്ക് ജില്ലാതലങ്ങളിൽ പുനഃസംഘടന പൂർത്തിയാക്കിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാമെന്നാണ് K സുധാകരന്റെ കണക്കുകൂട്ടൽ. 24 തിരുവനന്തപുരം. കൊടകര കുഴൽപ്പണ കേസിൽ സർക്കാർ പ്രഖ്യാപിച്ച തുടരന്വേഷണം വഴിമുട്ടി. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടരന്വേഷണം. കേസിന്റെ തുടരന്വേഷണത്തിൽ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടുത്താൻ പറ്റില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു തിരൂർ സതീഷ് 24-ലൂടെ നടത്തിയത്. സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മൊഴി വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് നിലവിലെ കേസിൽ തിരൂർ സതീഷിന്റെ മൊഴി ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന നിലപാടിൽ അന്വേഷണ സംഘം എത്തിയത്. കൊടകരയിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയതാണ് നിലവിലെ കേസ്. അതിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണ ഇടപാട് ഉൾപ്പെടുത്താനാകില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം വിശദമായ നിയമോപദേശം തേടി. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണ ഇടപാടിൽ ഗൌരവമേറിയ വെളിപ്പെടുത്തലാണ് തിരൂർ സതീഷിന്റേതെന്ന് പോലീസ് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ മൊഴി അടിസ്ഥാനപ്പെടുത്തി തിരൂർ സതീഷിനെ കൊണ്ട് പ്രത്യേക ഹർജി കോടതിയിൽ സമർപ്പിച്ച് വെളിപ്പെടുത്തലിൽ പുതിയ കേസെടുക്കുന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്.
അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹർജി സമർപ്പിക്കുമെന്ന് തിരൂർ സതീഷ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, പുറത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് പോലീസിന് സഹായകരമാവുകയാണ് ഞാൻ ഹർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ അതിനോട് സഹകരിക്കുക ചെയ്യും. നിയമോപദേശം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടിയെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തൃശൂർ. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിലായി. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. എന്നാൽ തീരുമാനത്തിനെതിരെ BJP സഖ്യകക്ഷിയായ JDU രംഗത്തെത്തി. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. UCC പോർട്ടലുകൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്തു. की देवतुल्य जनता से जो हमने वायदा अपने आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में किया था, वो वायदा हम पूरा कर रहे हैं और आज पूरी तरह से उत्तराखंड देश का पहला राज्य हो गया है। देश की आजादी के बाद देवभूमि उत्तराखंड के हर एक नागरिक के लिए, चाहे वो किसी पंथ, जाति, समुदाय, धर्म का होगा, सबके लिए लागू हो जाएगा और ये गंगोत्री देवभूमि उत्तराखंड से निकल रही है, आने वाले समय में सबको लाभ देगी. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നതോടെ വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം, സ്വത്തവകാശം തുടങ്ങിയവയിൽ സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ഇനി മുതൽ ഒരേ നിയമമാകും. ജാതിയോ മതമോ ലിംഗഭേദമോ സംബന്ധിച്ച് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല. ഭൂമിയിലും സ്വത്തിലും മതം പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ നിയമം. സ്ത്രീകൾക്ക് 18 പുരുഷന്മാർക്ക് 21 വിവാഹപ്രായം. വിവാഹ ചടങ്ങുകളിൽ മതപരമായ ആചാരങ്ങൾ തുടരാം. എന്നാൽ നിയമപരമായ അനുമതി നിർബന്ധം. ലിവ് ഇൻ ബന്ധങ്ങൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ഉത്തരാഖണ്ഡിൽ താമസിക്കുന്ന എല്ലാവർക്കും, സംസ്ഥാനത്തിന് പുറത്തു കഴിയുന്ന ഉത്തരാഖണ്ഡ് സ്വദേശികൾക്കും നിയമം ബാധകമാണ്. ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ നടപടിയിൽ അതൃപ്തി അറിയിച്ച് BJP സഖ്യകക്ഷിയായ JDU രംഗത്തെത്തി. വിനീത VG 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ D-സോൺ കലോത്സവത്തിനിടെ സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു. സൂരജ് നൽകും വിശദാംശങ്ങൾ. സൂരജ്, ഈ രാത്രി വൈകിയും കലോത്സവം തുടരുകയാണ്. എന്താണ് ഈ തർക്കത്തിലും സംഘർഷത്തിലേക്കൊക്കെ പോകാനുള്ള കാരണം? ഗൂഗിൾ ഈ D-സോൺ കലോത്സവത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പരാതികൾ ഉയർന്നിരുന്നു. അതായത് ഈ ഫലപ്രഖ്യാപനം വൈകുന്നു, അതോടൊപ്പം തന്നെ പല മത്സരങ്ങളും ഏറെ മണിക്കൂറുകൾ വൈകിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നത്. തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഇന്നലകളിലെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ രാത്രിയോടുകൂടിയും ഇത്തരത്തിൽ ഈ മത്സരങ്ങൾ വൈകിയതും ഫലപ്രഖ്യാപനവുമായി വൈകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. MSF നേതൃത്വം കൊടുക്കുന്ന യൂണിയനാണ് നിലവിൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഈ കലോത്സവം അടക്കം സംഘടിപ്പിച്ചത്. ഈ സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മത്സരാർത്ഥികൾ നടത്തിയ പ്രതിഷേധം അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തായാലും നിരവധി ഈ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി നിലവിൽ ഈ സംഘർഷം ശാന്തമാക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പലരെയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം അടക്കം തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഗൂഗിൾ. ശരി, മാള ഹോളി ഗ്രേസ് കോളേജിലാണ് നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ D-സോൺ കലോത്സവം. കഴിഞ്ഞ ദിവസം C-സോൺ കലോത്സവത്തിലും സമാനമായ സംഘർഷം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെയും D-സോൺ കലോത്സവത്തിനിടയിലും സംഘർഷം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളും സംഘാടകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമെന്നാണ് സൂരജ് നൽകിയ വിവരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുകയാണ്. ഗുഡ് നൈറ്റ്.